ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ ഒരു സങ്കടപ്പെട്ട ഒരു വാർത്തയാണ് കേട്ടോ കേൾക്കാൻ കഴിഞ്ഞത്. ഞങ്ങളൊരു ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിൽ നമ്മുടെ അൻവർ ഷാനു വിട്ടു നമ്മുടെ നൗഫലിൻ്റെ ഇപ്പം മരണപ്പെട്ടിരിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നലെ കുറച്ച് സുഖം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പറ്റുകയാണെങ്കിൽ വീട്ടിൽ കൊണ്ടുപോകണം എന്നൊക്കെ ഉള്ളൊരു അഭിപ്രായം, ഇപ്പച്ചക്ക് സുഖമാണ് എന്നൊക്കെ പറഞ്ഞിനി. അപ്പം പിന്നെ നമ്മളെന്ത് വിചാരിക്കും, എന്നാൽ സുഖമായിട്ട് വീട്ടിൽ പോകണ്ടേ. അപ്പോൾ സുഖമായത് ഇതാണ്, മരണത്തിലേക്കുള്ള ഒരു സുഖാവലാണ്. ചില മരണം അങ്ങനെയാണല്ലോ, സുഖമരണം എന്ന് പറയില്ലേ. പിന്നെ അവൻ്റെ അപ്പ പറഞ്ഞാൽ അല്ലേ, നല്ലൊരു പിന്നെ നമ്മളോടൊക്കെ ചെന്നാലൊക്കെ നല്ല പെരുമാറ്റം കേട്ടോ. ഞാൻ അവൻ്റെ വീട്ടിലേക്കൊക്കെ പോയതുകൊണ്ട് എനിക്ക് ശരിക്കും അറിയും. അതുകൊണ്ട് എനിക്ക് ശരിക്കും അറിയും ഓരപ്പാനെയും ഉമ്മാനെയൊക്കെ. എന്തായാലും ഓന് വല്ലാത്തൊരാഗ്രഹം ഉണ്ടായിന് ആ പുതിയ പെരേക്കൊന്ന് പോവാനൊക്കെ. അപ്പോൾ ഏതായാലും അൽഹംദുലില്ലാ കുട്ടിനെ കാണാൻ പറ്റി. സിനു പ്രസവിച്ച് കുട്ടിനെ കണ്ട് അതിനൊക്കെ ഉപ്പാക്ക് ഭാഗ്യം ഉണ്ടായിട്ടോ. പിന്നെന്താ വെച്ചാൽ മരണപ്പോൾ എന്നാലും ഒരിക്കൽ ഉണ്ടാവില്ലേ, അതിങ്ങനെ വേദന സഹിച്ച് കിടക്കുന്നില്ല. അപ്പം നല്ലത് മരണപ്പെട തന്നെയാണ്. പക്ഷെ പ്രായം കൂടി ആയിട്ടില്ല കേട്ടോ. നിങ്ങൾ കേട്ടിട്ടില്ലേ, പ്രായമാകാതൊക്കെ മരിച്ച നേരെ അല്ലേ സ്വർഗത്തേക്കാണ്. അള്ളാഹു അതിന് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. പിന്നെന്താ വെച്ചാൽ ആരോടും ഒരു അലമ്പില്ലാത്തൊരു പേനി കേട്ടോ. നൗഫലാണെങ്കിൽ പൊന്നു പോലെ നോക്കിയിട്ടുണ്ട്. ഓനക്കാണെങ്കിൽ ഇപ്പോൾ സുഖമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഓൻ നല്ലോണം ഓൻ ഉപ്പാനെ നോക്കിക്കണ്. ഇന്നും നെല്ല് തുടങ്ങിയ നോട്ടല്ല. അങ്ങനത്തെ ഒക്കെ ഒരു മക്കളെ കിട്ടാൻ ഒരുപാട് പുണ്യം ചെയ്യണം കേട്ടോ. അപ്പോൾ ഓൻ്റെ ഉമ്മാനെ ഇപ്പാനെ നല്ല ഇഷ്ടമാണ്. അതേപോലെ തന്നെ പെങ്ങന്മാരായാലും പെണ്ണുങ്ങളായാലും ഒക്കെ ഓന് ഭയങ്കര. അതുപോലെയാണ് ഓൻ നാട്ടുകാരോട് നല്ലൊരു പെരുമാറ്റമാണ് കേട്ടോ നൗഫലിൻ്റെ വീട്ടിലേക്ക് ഞാൻ കല്യാണത്തിനായിട്ടും അതേപോലെ അല്ലാതെ ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോയിക്കണം. അപ്പോൾ മരിച്ചപ്പോൾ പോകാൻ ഒരുങ്ങിയതാണ്. പക്ഷെ പെട്ടെന്ന് ഇവിടുന്ന് കുറച്ച് ആൾക്കാരൊക്കെ പോകും പറഞ്ഞു. പിന്നെ ആർക്കും പോകാൻ പറ്റാതെയായി. പിന്നെ എൻ്റെ വണ്ടിയാണെങ്കിൽ ഇവിടെ ഇല്ല. അപ്പോൾ ഒക്കെ പാടായതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. പോകണം തന്നെ ഞാൻ വിചാരിച്ചത്. ഈ ഒരു വീഡിയോ എടുക്കണം 5 മിനിറ്റ് മുന്നേ വരെ ഞാൻ പോകണമെന്ന് വിചാരിച്ച് പർദ്ദയൊക്കെ റെഡിയാക്കി എടുത്ത് വെച്ചതിന്. പക്ഷെ പെട്ടെന്ന് പോകാൻ പറ്റിയില്ല. ഒന്നുകൊണ്ടല്ല, എൻ്റെ വണ്ടി ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ആരും പോരണമെന്നില്ല. എനിക്ക് വയ്യും കാര്യങ്ങളൊക്കെ അറിയാം. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു കല്യാണമോ പരിപാടി ഉണ്ടാകുമ്പോൾ മാത്രം ഓടിപ്പോയിട്ട് വീഡിയോ എടുത്തുകാണ്ട് ഇതാക്കലല്ലേ നമ്മൾ വേണ്ടത്. ഇങ്ങനെ മരിച്ചെന്ന് കേൾക്കുമ്പോഴും നമ്മൾ കൂടണം. ഏതൊരു മുസ്ലിമിനായാലും ഏത് ജാതിക്കായാലും കല്യാണം മരണം ഇതിനൊക്കെയാണ് നമ്മൾ കൂടേണ്ടത്. അല്ലാതെ വെറും ഒരു കല്യാണം സൽക്കാരം എന്ന് പറയുമ്പോൾ വണ്ടി ചെന്നുകാണ്ട് കൂടി വീഡിയോ എടുത്ത് പരസ്യമൊക്കെ അതല്ല. ഇതൊക്കെ നമ്മളെ ഇതിൽ പെട്ടതാണ്. അപ്പോൾ ഞാൻ പോകാൻ വല്ലാതെ ആഗ്രഹിച്ചും ചെയ്തു. പോകണമെന്ന് വിചാരിച്ചൊക്കെ സെറ്റാക്കി വെച്ചു. പക്ഷേ ഒപ്പം പോരാൻ കരുതിയ ആൾക്കാർക്ക് പെട്ടെന്ന് പോരാൻ പറ്റായി ഇതൊക്കെ ആയതുകൊണ്ട് പിന്നെ പെട്ടെന്ന് മയ്യത് എടുക്കാമെന്ന് ഇപ്പോൾ കേട്ടു. ഇതുവരെ പറയുന്ന ഉച്ചക്ക് ശേഷം എടുക്കുന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ പോകണില്ല. അപ്പോൾ അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറും ശരമാക്കി കൊടുക്കട്ടെ. അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ മയ്യത്ത് നിസ്കരിക്കുക. അതേപോലെ തന്നെ യാസീൻ ഓതുക. നമ്മളെ കൊണ്ട് കഴിയണമൊക്കെ നമ്മൾ ചെയ്യുക. കുറച്ച് ദൂരം ഉണ്ടല്ലോ ഇവിടുന്ന്. അതുകൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് പോയാൽ ചിലപ്പോൾ കാണൂലെങ്കിലോ. അതിൽ ഞങ്ങളെ ഗ്രൂപ്പിൽ ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അൻഷിഫായാലും അൻവർ ഷാനൊക്കെ അവിടെ തന്നെയാണ്. ജിൽഷാദ് ഓരൊക്കെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഏതായാലും ഞാൻ അങ്ങനെ ആലോചിക്കുക, ജനിച്ച ഒരു ദിവസം നമുക്കൊരു മരണം ഉണ്ടല്ലോ അല്ലേ. നമുക്ക് എല്ലാവർക്കും അല്ലാഹു ഈമാനുള്ള മരണം തരട്ടെ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. ചെറിയ കളി രസങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ആ മരണ സമയത്ത് നമുക്ക് ആ കെലിമ ചൊല്ലി മരിക്കാനുള്ളൊരു ഭാഗ്യം തരണം അല്ലേ. എന്നേലുള്ളൂ നമ്മളൊക്കെ രക്ഷപ്പെടുക. ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടണം നമുക്കൊക്കെ അല്ലേ. അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. എനിക്ക് വേണ്ടി നിങ്ങളും ദുആ ചെയ്യുക, എന്നൊക്കെ വേണ്ടി ഞാനും ദുആ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ അവൻ്റെ മരണം ഒന്ന് പറയട്ടെ എന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ. അപ്പോൾ നല്ലോണം നല്ലൊരു സമാധാനം ഇനി ഒരപ്പാക്ക്. അപ്പോൾ ഇതിനേക്കാൾ നല്ലൊരു മരണത്തിനാണ് ആ ഒരു സമാധാനം തന്നിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഇത്രയൊക്കെ തന്നെ ഉള്ളൂ പറയണത്. അസ്സലാമു അലൈക്കും.